കേട്ട കഥകളൊന്നും ഒരിക്കലും വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. കഥകളല്ല, സത്യം ഞാൻ പറഞ്ഞത്. എന്റെ ദേവിയാണ് സത്യം. ഒന്നും അറിഞ്ഞുകൊണ്ടായിരുന്നില്ല ദേവി, തെറ്റുപറ്റിപ്പോയതാ. സമാധാനമുള്ളൊരു കുടുംബജീവിതത്തിന് വേണ്ടി ഞാൻ ചെയ്തതൊക്കെ എന്റെ സന്തോഷവും സ്വസ്ഥതയൊക്കെ ഇല്ലാതാക്കി. ഞാൻ നിന്നോട് കാണിച്ചതൊക്കെ നീ ഒരിക്കലും എന്നെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയായിരുന്നു. എന്റെ കൈകൊണ്ട് ഋഷിക്ക് ആപത്തുണ്ടായ ദിവസം മുതല് ഞാൻ ഉറങ്ങിയിട്ടില്ല. കാര്യങ്ങൾ അറിഞ്ഞാ നീ എങ്ങനെ പ്രതികരിക്കുന്നുള്ള പേടിയുണ്ടായിരുന്നു എനിക്ക്. ഇസബെല്ലയും കെവിനും ഒക്കെ എനിക്ക് ധൈര്യം തന്നെ കൂടെ നിർത്തി. അതുകൊണ്ടാ ഞാൻ അവരോടൊപ്പം നിന്നത്. അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ ആത്മഹത്യ ചെയ്യുമായിരുന്നു. എന്നെ വിട്ടുപോവാൻ നിനക്ക് വ്യക്തമായ കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷെ ദേവി, ഞാൻ നിന്നെ വഞ്ചിച്ചിട്ടില്ല. മരണം വരെ അങ്ങനെ ഉണ്ടാവുകയില്ല. ആദ്യമായി നമ്മൾ തമ്മിൽ കണ്ടപ്പോ എത്രമാത്രം ആത്മാർത്ഥതയും സ്നേഹമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതേ സ്നേഹവും വിശ്വാസവും ഇപ്പോഴും ഉണ്ട്. ഒരിക്കലും ഒരു കാലത്തും കളങ്കപ്പെട്ടിട്ടില്ല എന്റെ മനസ്സ്. ദേവിയുടെ അച്ഛൻ അപകടം പറ്റിയത് ഞാൻ തന്നെ അറിയാതായിരുന്നു. സത്യ ദേവി, നീ എന്തെങ്കിലും എന്നോട് പറ പ്ലീസ്. ഋഷിയുടെ കൊലപാതകം വലിയൊരു ക്രൈമാണ് നടന്നിരിക്കുന്നത്. അരുന്ധതി മാഡവും പോലീസും ഋഷി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇനി എന്ത് ചെയ്യാനാ തീരുമാനിച്ചിരിക്കുന്നത്? ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. എല്ലാം നിന്നോട് പറഞ്ഞു കഴിഞ്ഞല്ലോ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസിനോടും കോടതിയോടും ആ ന്യായം പറഞ്ഞ പോരല്ലോ. കൊലപാതകം ഒളിച്ചു വെക്കാനും പറ്റില്ലല്ലോ. ഒന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? ദേവി പറ, അതുപോലെ ഞാൻ ചെയ്തോളാം.